ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമുക്കിന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞങ്ങളിത് ക്രിസ്മസിൻ്റെ തലേദിവസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളിതായി ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുന്തിരി, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് ഈ ഓറഞ്ചിൻ്റെ സ്കിന്നിങ്ങനെ നമ്മൾ പീൽ ചെയ്തത്, പിന്നെ കാഷ്യൂ, പിന്നെ മറ്റേ നമ്മുടെ അത്തിപ്പഴം ഉണ്ടായിരുന്നില്ലേ, അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ ഒരു ഓറഞ്ച് ഞാനിവിടെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഉണ്ടോ അതൊക്കെ നമുക്കിതിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്തിരിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കാഷ്യൂവും കൂടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഈ ഒരു മൈദയുടെ പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ ഉള്ളിലേക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ എടുക്കാം. ബട്ടർ എടുത്തിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മൈദയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 500 ഗ്രാം ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടിയിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതിനെ എല്ലാ സൈഡിലേക്കും കിട്ടണ പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണത് ആ ഒരു പാന് നമുക്ക് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. എനിക്കൊരു 1 hour എടുത്തു ഇത് കുക്കാവാനായിട്ട്. ആഫ്റ്റർ ഇത് കുക്കായതിന് ശേഷം നല്ല അടിപൊളി പ്ലം കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.